നമസ്കാരം. ഓം ശിവായ. ഈ മാസം ഓഗസ്റ്റ് 1-ാം തീയതി സൂര്യൻ കർക്കിടകത്തിൽ രാശി പകർച്ച ചെയ്യുകയാണ്. ശുക്രൻ 21-ാം തീയതി മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും. ഇതോടെ ഉണ്ടാകാൻ പോകുന്നത് സൂര്യ ശുക്ര സംയോഗമാണ്. ഇതോടെ ചില പ്രത്യേക നാളുകാർക്ക് ഏറെ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവർക്ക് അവരുടെ ജീവിതത്തിലെ പ്രധാനമായ അതാത് രംഗത്ത് ഉയർച്ചയുണ്ടാകും, ബലമുണ്ടാകും. ഇത്തരം അനുകൂല സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. നമുക്ക് ആ നാളുകാരെ ഇന്ന് പരിചയപ്പെടാം. കാർത്തിക നക്ഷത്രം. ഇതിൽ ആദ്യ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ഇവർക്ക് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ മുൻകാല പ്രാബല്യത്തോടെ വന്നു ചേരുന്നതായി കാണുന്നു. അർഹതപ്പെട്ട രേഖകളില്ലാത്തതിനാൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ധനം ഇവരിലേക്ക് വന്നു ചേരും. അതിനനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. വിദേശ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കളുമായി പിണങ്ങിയ മക്കൾ തിരികെ വരും. സാമ്പത്തികമായി നോക്കിയാൽ വൻ സമ്പാദ്യ യോഗമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉള്ളത്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിന് ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ശുക്രൻ ഉച്ചസ്ഥായിയിലാണ് ഉള്ളത്. പാരിതോഷികങ്ങൾ, ബഹുമതികൾ എന്നൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. കലാകാരന്മാർക്കും കലാകാരികൾക്കും ഉയർച്ചയുണ്ടാകും. സമയം വേണ്ട വിധത്തിൽ നിങ്ങൾ വിനിയോഗിക്കുക. സാമ്പത്തികമായി നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും. ജോലി സംബന്ധമായിട്ടൊക്കെ പുതിയ ജോലിയിലേക്ക് മാറാനോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഒക്കെ കഴിയും. കൂടുതൽ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തത് മകം നക്ഷത്രമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ബഹുമതികളോ ധനമോ ഒക്കെ വന്നു ചേരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് വലിയ നിക്ഷേപങ്ങൾ നടത്താൻ കഴിയും. പ്രത്യേകിച്ചും സ്ത്രീ നക്ഷത്ര ജാതകർക്ക് ഈശ്വരാധീനം 10 മടങ്ങ് വർദ്ധിക്കും. ഏത് വഴിക്ക് ഇറങ്ങിയാലും പണവുമായി മാത്രമേ ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ മടങ്ങി വരൂ. സ്വന്തമായി വാഹന ഭാഗ്യം നിങ്ങൾക്കുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയും. സാമ്പത്തികമായിട്ട് നല്ല നേട്ടമാണ് ഇവർക്കുള്ളത്. വീട് വയ്ക്കാനും സ്ഥലം വാങ്ങാനും ഒക്കെയുള്ള അല്ലെങ്കിൽ വീടിന്റെ പണികൾ മോടി പിടിപ്പിക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രത്തില് കൂടുതൽ ഊർജ്ജസ്വലരായി ഇവര് പ്രവർത്തിക്കും. കലാകാരന്മാർക്ക് നല്ല സമയമാണ് വരുന്നത്. അന്യരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സിന് അംഗീകാരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മുൻകാല ചെയ്തികളുടെ ഫലം ലോട്ടറി രൂപത്തിലോ നിധിയുടെ രൂപത്തിലോ ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും. അല്ലെങ്കിൽ എന്താ പറയാ, കുറെ പണം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കുറെ പണമോ സമ്പത്തോ ഒക്കെ വന്നു ചേരുന്നതായി കാണുന്നു. ഇവർക്ക് ചിങ്ങമാസം ആരംഭിക്കുന്നതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. പുതിയ ജോലി നേടാനുള്ള സാധ്യതയുണ്ട്. വൃശ്ചിക മാസം പോകുന്നതിന് മുൻപേ നല്ല ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും. നല്ല അവസരങ്ങൾ വരുന്ന 21 ദിവസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. ഇവരുടെ വസ്തുവകകൾ മറ്റുള്ളവർ കൈയടക്കി വെച്ചിരിക്കുന്നവർക്ക് കോടതി ഇടപെടൽ മൂലം അത് തിരിച്ചു കിട്ടും. പിന്നെ കോടതി വ്യവഹാരങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്ന സ്വത്ത് മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അനുകൂലമായിട്ടുള്ളൊരു വിധി നിങ്ങൾക്ക് ഉണ്ടാകും. ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദേശ ജോലി കാരണം വീട്ടിൽ വരാൻ സാധിക്കാത്തവർക്ക് നാട്ടിലേക്കും വരാനൊക്കെ കഴിയും. ഉയർന്ന തസ്തികയിലേക്ക് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ജോലി മാറ്റത്തിനുള്ള സാധ്യത കാണുന്നു. അങ്ങനെ ജോലി സംബന്ധമായ അനുകൂലമാണ്. പിന്നെ ബിസിനസ് ഒക്കെ മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വേണ്ട മൂലധനം വന്നു ചേരുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ചോതി നക്ഷത്രമാണ് അടുത്തത്. ഇവർക്ക് സാമ്പത്തിക പരാധീനതകൾ അവസാനിക്കാനുള്ള ഒരു സമയം വന്നു ചേർന്നിരിക്കുകയാണ്. ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. വൻ തുക ലഭിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഒക്കെ കിട്ടാക്കടകം തിരികെ ലഭിക്കാനുള്ള സാധ്യത കൂടി കാണുന്നു. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായത്താൽ നിങ്ങൾക്ക് ലോണുകളൊക്കെ തിരിച്ചടയ്ക്കാനും കഴിയുന്നു. എന്തായാലും അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളെ സംബന്ധിച്ചും ഉള്ളത്, ചോതി നക്ഷത്രത്തെ സംബന്ധിച്ചുള്ളത്. അടുത്തത് പുരട്ടാതി നക്ഷത്രമാണ്. ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട കച്ചവടം നടത്തുന്നവർക്ക് ഉയർച്ചയുണ്ടാകുന്നതായിട്ട് കാണുന്നു. വിദേശത്ത് നിന്ന്
മക്കൾ വൻ തുക അയച്ചു തരികയോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ തുടങ്ങാനൊക്കെ കഴിയും. ലോട്ടറി, ചിട്ടി എന്നിവയൊക്കെ അടിക്കാനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. കാണാതെ പോയി എന്ന് കരുതിയ വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. പങ്കാളിയുടെ കാര്യത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. 10 രൂപ നൽകി ൊക്കെ പൈസ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. അതിന് പറ്റിയ സമയമാണ്. ലാഭം ഉണ്ടാകും. ദീർഘകാലമായി അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. എന്തായാലും ജീവിതത്തിൽ കുറച്ചുകൂടി വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. അങ്ങനെ നിങ്ങൾക്ക് സർവ ഗുണമാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ 7 നക്ഷത്രങ്ങളാണ് വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പൊ 7 നക്ഷത്രക്കാരെ മാത്രമല്ല, ബാക്കി ഉള്ള നക്ഷത്രത്തിലുള്ളവരും ഈശ്വരവിശ്വാസത്തോടുകൂടി പ്രതിസന്ധികളൊക്കെ മറികടന്ന് നല്ല നിലയിലേക്ക് പോകണമെന്ന് കരുതി പ്രാർത്ഥിക്കുക. ക്ഷേത്രങ്ങളിൽ പോവുക. ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾക്ക് കഴിയുന്ന വഴിപാടുകൾ നടത്തുക. ഈശ്വരാധീനമാണ് എല്ലാത്തിലും ഉപരിയായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈശ്വരനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലത് വരും. ഇത് രാശിപ്രകാരം നിങ്ങൾക്ക് ചില ഈ നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി മറ്റുള്ള നക്ഷത്രങ്ങളെ വെച്ച് കുറച്ചുകൂടി അനുഭവ ഗുണങ്ങൾ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും നിങ്ങൾ ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കുക. ഒരു നക്ഷത്രവും മോശമല്ല, ഒരു നക്ഷത്രവും മറ്റൊന്നിനേക്കാൾ മികച്ചതുമല്ല. എല്ലാ നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായ ഗുണദോഷ ഫലങ്ങളുണ്ട്. നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നതാണ് പരമമായ ഒരു കാര്യം. അതുകൊണ്ട് ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുക. നാമം ജപിക്കാൻ കഴിയുന്നവരൊക്കെ നാമം ജപിക്കുക. കർക്കിടക മാസമാണ്. രാമക്ഷേത്രങ്ങളിലൊക്കെ പോവുക. ശ്രീരാമനെ പ്രാർത്ഥിക്കുക. ഭഗവാന് അർച്ചനകൾ ചെയ്യുക. അങ്ങനെ നമ്മളുടെ ദോഷവും മറ്റ് തടസ്സങ്ങളുമൊക്കെ മാറിക്കിട്ടാൻ ഏറ്റവും പ്രധാനം ഈശ്വരനെ വിളിക്കുക എന്നതാണ്. അതിന് കുറേ പണം ഈശ്വരൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കണമെന്നോ വലിയ വില കൂടിയ പൂജകൾ ചെയ്യണമോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ മനസ്സറിഞ്ഞ് ദൈവത്തെ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കൂടെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങുക.